നിലവിലെ സാഹചര്യത്തിൽ NSS മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ഈ വിധി NSS മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്ന് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമകാര്യ മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അഡ്വക്കേറ്റ് ജനറൽ, ലോ സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഒരു ഉന്നതതല യോഗം ഇന്ന് ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഈ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ: ഒന്ന്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിക്കും. സുപ്രീംകോടതി ഇനി എല്ലാ കാര്യങ്ങളും സുപ്രീംകോടതിയിലേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിന്റെയും മാനേജ്മെന്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ തീരുമാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതുപോലെയുള്ള സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ കേസുകളിൽ അധ്യാപക നിയമനവും ഭിന്നശേഷി നിയമനവും ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിയുടെ അന്തിമവിധി വരേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അന്തിമവിധി വാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കും. ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റുകൾ പോയാൽ സർക്കാർ അതിനെ അനുകൂലിച്ച് അവരോട് നിന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്. അതായത് അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസം 16-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ സർക്കാരിന്റെ നിലപാട് അവിടെ അറിയിക്കും. അതിനുള്ള നിയമ നടപടി കൈക്കൊള്ളാൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതി അറിയിക്കും. ശ്രദ്ധിച്ചു കേട്ടോ. നിലവിലെ സാഹചര്യത്തിൽ NSS മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ക്ലിയർ ആയല്ലോ. ഈ വിധി NSS മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പൊതുവായും ശാശ്വതവുമായോ പരിഹാരം കാണേണ്ടത് ഉണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമകാര്യ മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അഡ്വക്കേറ്റ് ജനറൽ, ലോ സെക്രട്ടറി എന്നിവർ ചേർന്ന ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ: ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റ് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. അങ്ങനെയാണ് സർക്കാർ ഹർജി കൊടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്.
അല്ല അത് നിങ്ങൾക്ക് എന്ത് നടപടിയാണ് സർക്കാർ ഭാഗത്തുണ്ടാകുന്നതാണ് ഇത് കൺഫ്യൂഷൻ വരുന്നത്. സർക്കാർ ഒരു പുതിയ പെറ്റീഷനുമായി സുപ്രീം കോടതി പോകുമ്പോൾ അതിനുള്ള കേസ് കോടതിയെ കോടതിയെ അറിയിക്കുന്നത് 16-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ദിവസം കോടതിയെ ഇക്കാര്യം സർക്കാർ ഔദ്യോഗിക ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞല്ലോ. ഗവൺമെന്റ് നിലപാടെന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. 16-ാം തീയതി പോസ്റ്റ് ചെയ്യുമ്പോൾ 16-ാം തീയതി പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയിക്കും. ആദ്യഘട്ടങ്ങളിലെ ഇത് വീണ്ടും ഇതിൽ പറയുന്നത് ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിക്കും. അത് NSS അനുകൂലമായി വിധിക്കും മറ്റു മാനേജറുകൾക്ക് ബാധകമാകുന്നത് സർക്കാർ എതിർപ്പില്ല എന്ന് അറിയിക്കും. ഒന്നുകൂടെ വായിക്കാൻ ഞാൻ നമുക്ക് ഈ NSS-ന് വിധി വന്ന സാഹചര്യത്തിൽ നമ്മളൊരു ഉത്തരവ് ഇറക്കിയിരുന്നല്ലോ. ഈ സർക്കാർ ഉത്തരവ് അതുപോലെ ഉത്തരവ് ഇറക്കുമോ അതോ ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയിൽ അന്തിമ തീർപ്പായതിനു ശേഷം മാത്രമേ ഉത്തരവുണ്ടാവും? അല്ലല്ല, നമ്മളിപ്പോ ഇത് കുറെ കേസുണ്ടല്ലോ, SLP അങ്ങനെയൊക്കെ കുറെ കേസുകളുണ്ട്. ആ എല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതി ഒരു പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് ഉള്ളപ്പോൾ ഗവൺമെന്റിന്റെ നിലപാട് അവിടെ പറയണമല്ലോ. ഗവൺമെന്റ് നിലപാട് എല്ലാ മാനേജ്മെന്റിനും NSS-ന് കിട്ടിയപ്പോൾ ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ഗവൺമെന്റ് നിലപാട് അവിടെ പറയും. മറ്റ് ചില കേസുകളാണെങ്കിൽ കേസ് വീണ്ടും വാദിച്ച് തീർക്കേണ്ട കേസുകളുണ്ട്. അതായത് നമുക്ക് അതോടൊപ്പം നമ്മൾ ഈ നടപ്പാക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധി വന്നപ്പോൾ NSS-ന് വേണ്ടി മാത്രമായി ഒരു ഉത്തരവായി. അതെ, ആ ഉത്തരവ് മാറ്റി ഇറക്കുമോ? അത് മാറ്റി ഇത് അങ്ങനെ തീരുമാനം വന്നാൽ മാറ്റി ഇറക്കും. തീരുമാനം വന്നിട്ടുണ്ട്. അത് കോടതി അറിയിച്ചിട്ട് മാറ്റി അത്രേ പറ്റുള്ളൂ. അതായത് മറ്റ് മാനേജ്മെന്റുകളുടെ ബാക്കി നിയമന അംഗീകാരം നൽകുന്നത് ഈ വൈകും. കോടതി ഉത്തരവ് വരുന്നവരെ കോടതിയുടെ നിലപാട് അറിയുമ്പോൾ അത് പിന്നെ അങ്ങനെയല്ലേ നടക്കുള്ളൂ. അല്ല കോടതി അറിയിച്ചതിന് ശേഷം അത്രേ നടക്കുള്ളൂ. കോടതി അറിയിച്ചതിന് ശേഷം കൃഷ്ണോട് ഇറക്കാൻ ആലോചിക്കും. കോടതി അറിയിച്ച് കോടതി ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് പറയണ്ടേ? നിങ്ങൾ ഈ കൊച്ചു കുട്ടികളൊക്കെ പോലെ